നമസ്കാരം. കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ഇലക്ട്രിക് ഷോക്ക് അടിച്ചു മരിച്ച മിഥുൻ എന്ന ആ വിദ്യാർത്ഥിക്ക്, ആ കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതിനോടൊപ്പം ആ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ എത്ര പറഞ്ഞാലും നികത്താനാവാത്ത നഷ്ടമാണ്. അവരുടെ വേദന ഖജനാവിൽ നിന്നും 10 ലക്ഷമോ 25 ലക്ഷമോ കൊടുത്താൽ തീരുന്ന ദുഃഖമല്ല, നഷ്ടമല്ല. ദ സിസ്റ്റം ഫെയിലിയർ. ഒരു മന്ത്രി വന്നിട്ട് പറയുവാണ് ദ സിസ്റ്റം ഫെയിലിയർ. തീർച്ചയായും അപകട മരണങ്ങൾ ഉണ്ടാവും, അപകടങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ട മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് നമ്മുടെ സംസ്ഥാനം മനുഷ്യജീവന് വില കൽപ്പിക്കുന്നുണ്ടോ? കൊച്ചി പട്ടണത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നത് കൺസീൽഡ് ആയിട്ടുള്ള, അതായത് വൈദ്യുതി മരത്തിലും എല്ലാം തട്ടി നഷ്ടപ്പെടാതിരിക്കാൻ എറണാകുളം പട്ടണത്തിൽ പല സ്ഥലത്തും കൺസീൽഡ് ലൈനാണ് വലിക്കുന്നത്. കേരയിൽ കൊണ്ടുവരാൻ പോകുന്ന സർക്കാർ, ഇതിൽ ഞാൻ ഈ സർക്കാരിനെ മാത്രമായിട്ട് കുറ്റം പറയാനും തയ്യാറല്ല. എന്നാലും കേരയിൽ കൊണ്ടുവരാൻ പോകുന്ന സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രി, KSRTC ബസ് സ്റ്റാൻഡ്, ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ തിങ്ങി ഇടപെടുന്ന സ്ഥലത്ത് നമ്മുടെ വൈദ്യുതി കമ്പികൾ കൺസീൽഡ് ആക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? രണ്ടാമത്, ഒരു സ്കൂൾ കെട്ടിടത്തിന് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുവോ? തീർച്ചയായും 1-2 പേരെ ശിക്ഷിക്കണം, സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ട്രേഡ് യൂണിയൻ ഉള്ളിടത്തോളം കാലം, ഗുണ്ട ട്രേഡ് യൂണിയൻ ഉള്ളിടത്തോളം കാലം ഇവിടെ ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല. പാർട്ടിക്ക് ഊച്ചാളി അണികൾ, കൈക്കൂലി മേടിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന അണികൾ വേണ്ടിടത്തോളം കാലം പാർട്ടി പ്രവർത്തകരെയും ഒന്നും ചെയ്യില്ല. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവണം. മിഥുൻ മരിക്കുമ്പോൾ നമ്മുടെ ചാനലിലെല്ലാം ഇപ്പോൾ ആ ചർച്ചയിലാണ്. അപ്പോഴേക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചത് നമ്മൾ മറന്നു. നമുക്ക് ദിവസവും 10-15 ഷോക്കിംഗ് ന്യൂസും ബ്രേക്കിംഗ് ന്യൂസും ഉണ്ട്. ചൂരൽമടയിലെ 780 കോടി ഗോവിന്ദ നാട്ടുകാർ കൊടുത്തത്, അല്ലാണ്ട് സർക്കാർ കൊടുത്തതല്ല. നാട്ടുകാർ, പട്ടിണിപ്പാവങ്ങൾ കുടുക്ക പൊട്ടിച്ചും സൈക്കിളും ആടും കോഴിയൊക്കെ വിറ്റിട്ട് കൊടുത്ത പൈസ ഗോവിന്ദ. നമ്മുടെ ഇവിടെ പല അനാസ്ഥകളും ഉണ്ടാവുമ്പോൾ അതിനെയെല്ലാം പഴിചാരി ന്യായീകരണ തൊഴിലാളികൾ അവനവന്റെ പാർട്ടി ചെയ്യണ കാര്യങ്ങൾ ശരി എന്ന് പറഞ്ഞ് നമ്മുടെ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടരും. എന്തെങ്കിലും ഒന്നുണ്ടായ, ആന ചവിട്ടിക്കൊന്നാൽ, വണ്ടി ഇടിച്ച് ചത്താൽ, എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ ഖജനാവിൽ നിന്ന് ഒരു 10 ലക്ഷോ 25 ലക്ഷോ എടുത്തു കൊടുക്കും. ഇതൊന്നും ഇവർക്ക് സ്ത്രീധനം കിട്ടിയ പൈസ അല്ലല്ലോ. പാവപ്പെട്ട കർഷകന്റെയും പെയിന്റിംഗ് തൊഴിലാളിയുടെയും കൂലിപ്പണിക്കാരുടെയും എല്ലാം സോപ്പ് മുതൽ വെളിച്ചെണ്ണ വരെ മേടിച്ചതിന്റെ നികുതി പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന നഷ്ടമാണ്. എന്നാൽ അപകടങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാൻ നമ്മുടെ സർക്കാർ ഇതുവരെ വിജയിച്ചിട്ടുണ്ടോ? നമുക്ക് ഓരോരോ മരണങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല ഡെക്കറേറ്റ് ചെയ്ത് പൊലിപ്പിച്ച് പല കാര്യങ്ങളും പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വിഷമിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എന്താ പറയണ, കൂടുതൽ നമുക്ക് നാറ്റമാണ് വേണ്ടത്. പെർഫ്യൂം അടിച്ചാൽ ഒരു നാറ്റമുണ്ട്, എലി ചത്ത് ചീഞ്ഞാലും ഒരു നാറ്റമുണ്ട്. ഇന്ന് മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടത് നാറ്റം മാത്രമാണ്. അത് നല്ല നാറ്റമാണോ, നല്ല മണമാണോ, ചീത്ത മണമാണോ എന്ന് ഇവർക്ക് അറിയണ്ട. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ സിസ്റ്റം ഫെയിലിയർ ആയിരിക്കുന്നു. ഇവിടുത്തെ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. വി ലോസ്റ്റ് ദ റൂൾ ഓഫ് ലോ. നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് കാര്യമില്ല. പിടിപാടും അപ്പിടിപാടും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. ഒരു ദിവസം കേരളത്തിൽ 8ഓളം പേർ ഗട്ടറുകളിൽ, റോഡിന്റെ ഗട്ടറുകളിലും വാഹനാപകടത്തിലും മരിക്കുന്നുണ്ട്, അറിയപ്പെടുന്നില്ല.
നമ്മളെ എങ്ങനെയും കുത്തിപ്പിഴിഞ്ഞ് ഭരിക്കുന്നവർ സുഖമായി ജീവിക്കുന്നു, ഉന്നതനും പ്രമുഖനും ജീവിക്കുന്നു. അനുഭവിക്കുക തന്നെ. ഞാൻ പച്ചക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദുരിതങ്ങൾ വരുമ്പോൾ മുതലക്കണ്ണീർ ഒഴിക്കുന്ന കപട ദുഃഖം കാണിക്കുന്നവർ തെരുവ് പട്ടി കടിച്ച് ഇത്രയും പേർ മരിച്ചിട്ടും നിങ്ങൾ എന്തേ ഒരു കാര്യം ചെയ്യാത്തത്? പേ പിടിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ മരണമാണ്. എൻ്റെ ശ്രോതാക്കളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരി സഹോദരന്മാരോട്, മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, വാഹനം ഗട്ടറിൽ വീണ് മരിക്കുമ്പോഴും വാഹനം ഇടിച്ചു ചാവുമ്പോഴും ഇന്ന് ഷോക്കടിച്ച് മരിച്ച കുട്ടിയും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ മരിച്ച സഹോദരിയെല്ലാം നമ്മുടേതാണെന്നോ ചിന്തിക്കാനുള്ള ഒരു മനസ്സാക്ഷി നമുക്കുണ്ടാവണം. നമ്മൾ ഓരോ പെടുമരണങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കാണുമ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ അല്ലെ മനുഷ്യത്വത്തിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടത് ഇത് നമ്മുടെ മകനായിരുന്നെങ്കിലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടായാലേ നാട് രക്ഷപ്പെടുകയുള്ളൂ. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സിക്കുകയും നികുതി കൊടുക്കുന്ന നമ്മൾ മരുന്ന് കിട്ടാതെ ചികിത്സ കിട്ടാതെ കെട്ടിടം ഇടിഞ്ഞു വീണ് ചാവുന്ന ഈ ജനാധിപത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ കുടുംബം നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിത ചെലവുകൾ ചുരുക്കാറുണ്ട്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ കേരളം കടവും കടത്തിന്റെ കൂടിൽ നിൽക്കുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ദൂർത്തിൽ അടിച്ചു പൊളിക്കുന്നതിൽ, ആഡംബര കാർ മേടിക്കുന്നതിൽ, ആഡംബര ജീവിതം നയിക്കുന്നതിൽ, പ്രത്യേകിച്ചും പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ ബീഡിയുണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ എന്ന് പറയുന്ന ഒരു പോളിസി, ബീഡിയും തീപ്പെട്ടിയും ഒരുമിച്ച് വെച്ചാൽ ജന്മി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അമേരിക്കയിലും ചികിത്സക്കും മറ്റു വിദേശ യാത്രകളൊക്കെ നമ്മുടെ മന്ത്രിമാർ ധാരാളം ദൂർത്തടിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളായ KSRTCയുടെ മൂത്രപ്പുര, KSRTC ബസ് സ്റ്റാൻഡ്, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാൻ, ആശമാർക്ക് ശമ്പളം കൊടുക്കാൻ, നഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ, ഇതിനൊന്നും പെൻഷൻ കാശ് കൊടുക്കാൻ ഇതിനൊന്നും സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. പക്ഷെ IAS IPS ഇപ്പോൾ ജഡ്ജിമാര് വരെ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് കൊണ്ടേ ഇരുത്താൻ ഈ കള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ദുരന്തത്തിനും, ഇവിടുത്തെ എല്ലാ അഴിമതിയും അക്രമത്തിനും എല്ലാം കെടുകാര്യസ്ഥക്കും കാരണം രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കാശിനു വേണ്ടി, സ്ഥാനത്തിനും പണത്തിനും പ്രശസ്തിക്കും എല്ലാം വേണ്ടി പണം ചെലവാക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്ത് ഇന്ന് കൂടുതലും പൊട്ടന്മാരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഒറ്റടിക്കെല്ലാം തീർക്കാനൊന്നും പറ്റില്ല. പതുക്കെ പതുക്കെ നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ രാജ്യസ്നേഹവും ധർമ്മവും നീതിമാനും അറ്റ്ലീസ്റ്റ് മനുഷ്യനെങ്കിലും ആയിരിക്കണം. ഇന്ന് ഞാനത് കാണുന്നില്ല. എൻ്റെ 66 വയസ്സിൽ ഇത്രയും മോശപ്പെട്ട, ഇത്രയും ഗുണ്ടായിസം നടക്കുന്ന, ഇത്രയും മയക്കുമരുന്നും മദ്യവും കഞ്ചാവും ഉണ്ടായ, പോലീസുകാർക്ക് പോലും പേടിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വലിയ വലിയ കള്ളന്മാരുള്ള ഇങ്ങനൊരു കേരളം ഞാൻ കണ്ടിട്ടില്ല. മാല പൊട്ടിക്കുന്ന, പോക്കറ്റ് അടിക്കുന്ന, ഓടുപൊക്കി ജനല വളച്ച് കക്കുന്ന കള്ളന്മാരെ ഇപ്പൊ കാണാറില്ല. ഇപ്പോൾ ടൈയും കോട്ടും ഇട്ട് 5 സ്റ്റാർ ഹോട്ടലുകളിൽ, വലിയ വലിയ ഹോട്ടലിൽ പല വിധത്തിൽ DGPയും മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും ചേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന വമ്പൻ തട്ടിപ്പുകൾ. എന്നിട്ട് നമ്മൾ എവിടെ പോകും? കോടതി പോവും. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പോയി നടക്കാന്നല്ലാണ്ട് ഉപഭോക്തൃ കോടതി നടന്ന ഒരു വിധി മേടിച്ച് പിന്നെയും മേൽക്കോടതി. ഇവിടെ നീതി നടപ്പാവുന്നില്ല. പാവപ്പെട്ടവന് നീതി ലഭിക്കുന്നില്ല. സത്യവും ധർമ്മവും ഇവിടെ വിളയാടുന്നില്ല. ഏതായാലും മിഥുൻ എന്ന് പറഞ്ഞ ആ കുട്ടി മരിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്കൂളുകളിലും അവര് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോ സ്കൂൾ കെട്ടിടത്തിന്റെ അടുത്തോ വൈദ്യുതി ലൈൻ ഇനി വലിയ കാണയുണ്ടെങ്കിൽ അതിൽ സ്ലാബ് ഇടുക. കാരണം ഇനി നാളെ കാണയിൽ വീണ് ഒരുത്തം മരിക്കും. അപ്പൊ നിങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ചാനലാണെങ്കിൽ ഇന്നലത്തെ കാര്യം മറക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് നാറ്റം മതി. അത് പെർഫ്യൂമിന്റെയോ പൗഡറിന്റെയോ സോപ്പിന്റെയോ എലി ചീഞ്ഞ് ചത്ത ചീഞ്ഞതിന്റെ മണമായാലും മാധ്യമപ്രവർത്തകർക്ക് നാറ്റം മതി. അതിങ്ങനെ പല്ലുകുത്തി പലരും പല വിധത്തിൽ പല്ലുകുത്തി മണപ്പിക്കും. അപ്പൊ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണപ്പോൾ നിങ്ങൾ ആശുപത്രിയൊക്കെ ഇപ്പൊ ശരിയാക്കി. എറണാകുളത്ത് കാണയിൽ സ്ലാബിന്റെ ഇടയിൽ കൂടി പോയി ഒരുത്തൻ ചാവണത് വരെ
എറണാകുളം പട്ടണത്തിൽ മെട്രോ സിറ്റിയാണ്. എത്ര സ്ഥലത്ത് വലിയ കാണയുടെ മുകളിൽ നടന്നു വരുമ്പോൾ ആനയെ പിടിക്കുന്ന പോലെ ഒരു സ്ലാബ് ഉണ്ടാവില്ല, അതിൻ്റെ അകത്തോട്ട് ആള് വീഴും. റോഡിലെ പെടുമരണക്കുഴി, ഗോസറി പാലത്തുമേലേക്കുള്ള പെടുമരണക്കുഴിയിൽ ഒരാൾ ചാവുമ്പോൾ നിങ്ങൾ നാളെ ആ മണം, ആ മരണം, ആ നാറ്റം, ആ ചത്തവന്റെ ചർച്ച ചെയ്യും. ഇന്ന് കരണ്ടടിച്ച് ഇലക്ട്രിക് ലൈൻമേൽ കരണ്ടടിച്ച് മിഥുൻ മരിച്ചപ്പോൾ ഇനി കേരളത്തിലെ എല്ലാ സ്കൂളിന്റെ അവിടെയും ലൈൻ ഉണ്ടാന്ന് നിങ്ങൾ നോക്കും. നാണമില്ലേടാ? ഞാൻ നിങ്ങളെ അഴിമതി നടത്തുന്ന, അക്രമം നടത്തുന്ന, കൈക്കൂലി മേടിക്കുന്ന രാഷ്ട്രീയക്കാരെ ഒന്ന് പ്രാഗിക്കോട്ടെ. നിന്നെ ഒന്നും ദൈവം വെറുതെ വിടില്ലടാ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.